ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അഥവാ ITS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First activity, the gift. Jwala Club conducted speech competition as part of the New Year celebration. എന്താണ് ജ്വാല ക്ലബ്ബ് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്ത് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്. 4 children were declared winners under various categories. അങ്ങനെ 4 കുട്ടികൾ അതിൽ വിന്നറായി. ഒരു വെറൈറ്റി ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള കാറ്റഗറീസിലാണ് അവർ വിന്നേഴ്സ് ആയിട്ടുള്ളത്. വിന്നേഴ്സ് വിൽ ബി ഗിവൺ 500 rupees ഈച്ച് ആസ് ഗിഫ്റ്റ്. അപ്പോൾ അവർക്ക് 500 രൂപയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ദേ കറൻസി നോട്ടഡ് വിച്ച് ഹാഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദ ഗിഫ്റ്റ് കവേഴ്സ് ആർ ഇൻ ദ ടേബിൾ. അപ്പോൾ ടേബിളിൽ 500 രൂപ ഡിഫറെൻ്റ് ആയിട്ടുള്ള കറൻസി നോട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ടേബിളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് കവറിലുള്ളത് 100 rupees നോട്ട്സ് ഓൺലി ആണുള്ളത്. അത് എങ്ങനെയാണ്, എത്ര 100 rupees ആയാലാണ് 500 rupees ആവുന്നത് കൂട്ടുകാരെ? എത്ര എണ്ണം വേണം? 5 വേണം അല്ലേ. 5 × 100 ആണ് എന്ത് പറയുന്നത്, 500 എന്ന് പറയുന്നത്. ഇനി 10 rupeesൻ്റെ നോട്ട്സ് ആണുള്ളത്. അത് എത്ര എണ്ണം വേണം 500 ആവണമെങ്കിൽ? 50 വേണം അല്ലേ. 50 × 10 ആണ് 500 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, 10 rupeesൻ്റെ നോട്ട്സും ഉണ്ട്, 50 rupeesൻ്റെ നോട്ട്സും ഉണ്ട്. 10 rupeesൻ്റെ 4 നോട്ടാണുള്ളത്, അഥവാ 4 × 100 എന്ന് പറയുന്നത് 400 ആണ്. ഇനി 50 rupeesൻ്റെയോ 2 നോട്ടാണുള്ളത്. 2 × 50 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എത്രയായി ടോട്ടൽ? 400 + 100 എന്ന് പറയുന്നത് 500 ആയി. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ത്രീ ടൈപ്സ് ഓഫ് നോട്ടാണുള്ളത്. 3 തരത്തിലുള്ള നോട്ടുകളുണ്ട്. ഏതൊക്കെയാണ് നോട്ടുകൾ എന്നാണ് നോക്കേണ്ടത്. ആദ്യം നമുക്ക് 100ൻ്റെ നോട്ടുകൾ വെക്കാം. എത്ര നോട്ടുകൾ വെക്കാം? 3 നോട്ടുകൾ വെക്കാം. ഓക്കെ, അപ്പോൾ 3 × 100 എന്ന് പറയുന്നത് 300 ആയി. ഇനി അടുത്തത് നമുക്ക് 50 rupeesൻ്റെ നോട്ടുകൾ വെക്കാം. എത്രയായി? 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 3 × 50 എന്ന് പറയുന്നത് 150 ആയിട്ട് മാറും. ഇനി ബാലൻസ് എന്ന് പറയുന്നത് 50 ആണുള്ളത്. അതിന് നമുക്ക് 10ൻ്റെ നോട്ടുകൾ വെക്കാം. ഒരു 5 വെക്കാം. ഓക്കെ, 5 × 10 എന്ന് പറയുന്നത് 50 ആയി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുകാർ കൂട്ടി നോക്കൂ, എത്രയായി? 500 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് വെക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ക്രിക്കറ്റ് മാച്ചാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ എ ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ദ ഫോറസ്റ്റ്. ദ മാച്ച് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് എ ടസ്കർ ക്ലബ്. ടസ്കർ ക്ലബ് സ്റ്റാർട്ടഡ് ബാറ്റിംഗ് ഫസ്റ്റ്. ലുക്ക് അറ്റ് ദെയർ സ്കോർ. എന്താണ്, നമ്മുടെ കാട്ടിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പാന്തേഴ്സ് ക്ലബ്ബും അതുപോലെ ടസ്കർ ക്ലബ്ബുമാണുള്ളത്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തത് ടസ്കർ ക്ലബ്ബായിരുന്നു. അപ്പോൾ അവരുടെ സ്കോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജാങ്കോ ദ എലിഫൻറ്റിന് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 125 റൺസാണ്. മുട്ടൻ ദ ലയണിന് കിട്ടിയിട്ടുള്ളത് 109 റൺസാണ്. സ്പീഡി ദ ഹോഴ്സിന് കിട്ടിയിട്ടുള്ളത് 75 റൺസാണ്. നൗ ജമ്പൻ the tiger of the Panthers club is batting with 120 runs. Along with him, Tricky Fox is batting with 92 runs. അപ്പോൾ ഇനിയുള്ളത് ആരുടെയാണ്? പാന്തേഴ്സ് ക്ലബിൻ്റേതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ടൈഗറിന് കിട്ടിയിട്ടുള്ളത് 120 റൺസും അതുപോലെ ട്രിക്കി ഫോക്സിന് കിട്ടിയിട്ടുള്ളത് 92 റൺസുമാണ്. ഇനി ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി റൺസ് ഡിഡ് ടസ്കർ ക്ലബ് സ്കോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടസ്കർ ക്ലബിന് എത്ര റൺസ് കിട്ടിയിട്ടുണ്ടാകും കൂട്ടുകാരെ? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടസ്കർ ക്ലബിന് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. 125ഉം അതുപോലെ 109ഉം അതേപോലെ 75ഉമാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ്? 369 റൺസാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഹൗ മെനി റൺസ് ടു പാന്തേഴ്സ് ക്ലബ് ഹാവ് നൗ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇനി പാന്തേഴ്സ് ക്ലബിന് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? പാന്തേഴ്സ് ക്ലബിന് 120 റൺസാണ് നമ്മുടെ ടൈഗറിന് കിട്ടിയിട്ടുള്ളത്. 92 റൺസാണ് നമ്മുടെ ഫോക്സിന് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 212 എന്ന് കിട്ടും. ഇനി ഹൗ മെനി മോർ റൺസ് ആർ നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ. അപ്പോൾ പാന്തേഴ്സ് ക്ലബ്ബ് ജയിക്കാൻ ഇനി എത്ര റൺസ് ആവശ്യമായിട്ടുണ്ട്? നമുക്ക് ആദ്യം ടസ്കർ ക്ലബിൻ്റെ 369
49 നോക്കാം. അതിൽ നിന്നും 211 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 97 എന്ന് കിട്ടും. അപ്പോൾ ഇവർക്ക് ജയിക്കണമെങ്കിൽ എത്ര വേണം? 98 റൺസ് വേണം. ഓക്കെ, കാരണം 97 കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ ജയിക്കില്ല. ജയിക്കണമെങ്കിൽ അതിനേക്കാൾ ഒന്നും കൂടെ കിട്ടണം, അഥവാ 98 റൺസ് കിട്ടണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ദ മെഷേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, വേരിയസ് മെഷറിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വെയ്റ്റിംഗ് സ്കെയിൽസ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ മെഷർമെൻറ്റ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ 5 മില്ലിയുടെ ഇതാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും 2 ടൈം എടുത്തു കഴിയുമ്പോൾ 10 മില്ലി ലിറ്റർ കിട്ടും. ഇനി അടുത്തത് നോക്കൂ, 200 മില്ലിയുടെ പാത്രമാണ് തന്നിട്ടുള്ളത്. അതിൽ 4 ടൈംസ് എടുക്കും. അങ്ങനെയാണെങ്കിൽ എത്രയെന്നാണ് നോക്കേണ്ടത്. 200ൻ്റേതാണ് 4 ടൈംസ് എടുക്കും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 800 മില്ലിയാണ്. ഓക്കെ, 800 മില്ലി കിട്ടും. ഇനി അടുത്തത് 1 ലിറ്ററിൻ്റെ പാത്രമാണ്. അതിൽ 3 ലിറ്ററാണ് എടുക്കുന്നത്. 1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യം എടുക്കുന്നു. 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ലിറ്റർ കിട്ടുന്നതാണ്. ഇനി അടുത്തത് 500 ഗ്രാംസ് ആണുള്ളത്. 500 ഗ്രാംസ് 4 ടൈംസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എത്രയാണ്? 2000 ഗ്രാംസ് ആണ് കിട്ടുന്നത്. 2000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അപ്പോൾ 2000 ഗ്രാം എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി താഴെ ദ വെയ്റ്റ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ടു ദ തേർഡ് സ്റ്റാൻഡേർഡ് ഈസ് ഗിവൺ. റൈറ്റ് ദ കറക്റ്റ് യൂണിറ്റ്. അപ്പോൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലച്ചുവിൻ്റെ വെയ്റ്റും ഹൈറ്റുമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് യൂണിറ്റ് ആണ് എഴുതേണ്ടത്. ഹൈറ്റ് എന്ന് പറയുന്നത് 128 ആണ്. 128 ഏതായിരിക്കും യൂണിറ്റ്? സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി വെയ്റ്റ് എന്ന് പറയുന്നത് 35 ആണ്. 35 കിലോഗ്രാം ആയിരിക്കും. വെയ്റ്റ് എപ്പോഴും നമ്മൾ കിലോഗ്രാമിലാണ് നോക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വെജിറ്റബിൾ ഗാർഡൻ എന്നുള്ളതാണ്. ദ പിക്ചർ ഷോസ് ദ വെജിറ്റബിൾസ് മിലാൻ ഗോട്ട് ഫ്രം ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ടുഡേ. കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ നമ്പേഴ്സ് ഓഫ് ഈച്ച് വെജിറ്റബിൾ. അപ്പോൾ മിലാൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നും സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നും ഇന്ന് കിട്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എത്ര എണ്ണമാണ് ഓരോന്നും ഉള്ളത് എന്ന് ആദ്യം നമ്മൾ എഴുതി നോക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെയുള്ള പ്രവർത്തനങ്ങൾ കൂടെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണി നോക്കാം. ആദ്യം കൊടുത്തിട്ടുള്ളത് പംകിനാണ്. എത്ര പംകിനാണുള്ളത് കൂട്ടുകാരെ? 1 2 3 എത്രയാണുള്ളത്? 1 2 3 4 5 6 7 ആണുള്ളത്. അപ്പോൾ അവിടെ പംകിൻ എന്നുള്ളിടത്ത് 7 എഴുതുക. ഇനി അടുത്ത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ 1 2 3 4 5 6 7 8 ആണുള്ളത്. അപ്പോൾ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്ത് ലേഡീസ് ഫിംഗർ ആണ്. 1 2 3 4 5 6 7 8 9 10 ആണുള്ളത്. അപ്പോൾ അവിടെ 10 എന്ന് എഴുതി കൊടുക്കുക. ഇനി പൊട്ടാറ്റോ നോക്കൂ. 1 2 3 4 5 6 ആണുള്ളത്. അപ്പോൾ അവിടെ 6 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഒനിയന് 1 2 3 4 5 6 7 ആണുള്ളത്. അപ്പോൾ 7 എന്ന് എഴുതി കൊടുക്കുക. നെയിം ദ വെജിറ്റബിൾ വിച്ച് ആർ ദ സെയിം ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സിൽ സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? പംകിനും അതുപോലെ തന്നെ ഏതാണ്? ഒനിയനും ആണല്ലേ. പംകിനും ഒനിയനും ആണ്. അപ്പോൾ അത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് വൺ, അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് ദ ഹയസ്റ്റ് നമ്പർ എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്തതെന്ന് പറയുന്നത്? കാർഡ് ഗെയിമാണ്. അജയ് ആൻഡ് മിലൻ ആർ പ്ലേയിങ് കാർഡ്സ്. അജനും മിലനും കൂടിയിട്ട് കാർഡ് കളിക്കുകയാണ്. They took 24 cards from the box and divided them equally and started to play. അപ്പോൾ അവർ 24 കാർഡ് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഈക്വൽ ആയിട്ടാണ് കളിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. ഓരോരുത്തർക്കും എത്ര കാർഡ് ഉണ്ടെന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെയുള്ളത് എത്രയാണ്? 24 കാർഡാണ്. അപ്പോൾ അതിനെ ഈക്വൽ ആയിട്ട് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഡിവൈഡ് ഇൻറ്റു 2. ഓക്കെ, എത്രയാണ്? 12 ആണ്. ഓക്കെ, ഇനി അടുത്തത് ആഫ്റ്റർ ദ ഫസ്റ്റ് ഗെയിം 2 more ഫ്രണ്ട്സ് ജോയിൻ ദം. അപ്പോൾ ആദ്യത്തെ കളി കഴിഞ്ഞപ്പോൾ 2 ഫ്രണ്ട്സും കൂടെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. അവർ പുതിയൊരു ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങി. ദേ ഡിവൈഡഡ് ദ കാർഡ്സ് അഗെയിൻ. നൗ ഹൗ മെനി കാർഡ്സ് ഡസ് ഈച്ച് വൺ ഹാവ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ ഉള്ള കാർഡിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. എല്ലാവരും ഈക്വൽ ആയിട്ട് എടുത്തു. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ഉള്ളത് 24 ആണ്. അപ്പോൾ എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത്? 4 ആണ്. 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 6
6 ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 പേരെടുത്തപ്പോൾ 12 ആണ് ഉണ്ടായിരുന്നത് അല്ലേ. വീണ്ടും 2 പേര് വന്നപ്പോൾ എന്ത് ചെയ്യും, ആ 12ൽ നിന്നും നമുക്ക് 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതും 6 ആണ്. ഇനി ആഫ്റ്റർ സം ടൈം 4 more ഫ്രണ്ട്സ് കെയിം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, 4 ഫ്രണ്ട്സും കൂടെ വന്നു. ദേ ടുക്ക് 24 കാർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് മിക്സ്ഡ് ദം വിത്ത് കാർഡ്സ് ദേ വേർ ഓൾറെഡി പ്ലേ. അങ്ങനെ അവർ വീണ്ടും 24 കാർഡ് എടുത്തിട്ട് ഈ ഉള്ള കാർഡിൻ്റെ കൂടെ മിക്സ് ചെയ്തു. ദെൻ ദേ ഡിവൈഡഡ് ദ കാർഡ്സ് ഈക്വലി ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. അങ്ങനെ അവരെന്ത് ചെയ്തു, വീണ്ടും പുതിയ കളി കളിക്കാൻ വേണ്ടി തുടങ്ങി. ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കാർഡ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ആദ്യം ഉണ്ടായിരുന്നത് 24 കാർഡ്സ് ആണ് അല്ലേ. പിന്നെ എന്ത് ചെയ്തു, വീണ്ടും 24 കാർഡ്സ് എടുത്തു. അപ്പോൾ എത്രയാണ്, 4 + 4 എന്ന് പറയുന്നത് 8, 2 + 2 എന്ന് പറയുന്നത് 4. അപ്പോൾ ഇപ്പോൾ നിലവിൽ 48 കാർഡ്സ് ആണുള്ളത്. ആദ്യം കളിച്ചത് എത്ര പേരായിരുന്നു, 4 പേരായിരുന്നു. വീണ്ടും വന്നത് 4 പേരാണ്. അപ്പോൾ 4 + 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 48 കാർഡ്സിനെ ഈ 8 പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 24. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 6 എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ. ഇനി അടുത്തത് വാട്ട്സ് ദ ടൈം എന്നുള്ളതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ, റൈറ്റ് ഇൻ ദ ടൈം ആൻഡ് ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്. ഇവിടെ ആദ്യത്തെ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഏതാണ് സമയം എന്ന് പറയുന്നത്, ചെറിയ സൂചി എന്ന് പറയുന്നത് 2ലാണ് അല്ലേ. അപ്പോൾ 2 ആണ്. ദെൻ ബിഗ്ഗസ്റ്റ് വൺ എന്ന് പറയുന്നത് 12ലാണ്, അഥവാ 2 o'clock ആണ് സമയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, 2:50 എന്നത് വരച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ ഹവർ സൂചി എന്ന് പറയുന്നത് 2ലായിരിക്കണം. അതുപോലെ നമ്മുടെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 3ലായിരിക്കണം. ഇനി അടുത്തത് നോക്കൂ, 1:45 ആണ്. 1:45 എന്ന് പറയുമ്പോൾ ഏകദേശം 2ൻ്റെ അടുത്തെത്താനായിട്ടുണ്ടാവും. അപ്പോൾ അവർ സൂചി ഇവിടെ ആയിരിക്കും. 44 എന്ന് പറയുന്നത് ഏതാണ്, 9ലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മുടെ മിനിറ്റ് സൂചി 9ലേക്കും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യമാണ്, താൻവി ബോർഡഡ് എ ട്രെയിൻ ഫ്രം വർക്കല ടു ചെങ്ങന്നൂർ ടു വിസിറ്റ് ഹെർ അങ്കിൾസ് ഹൗസ്. അപ്പോൾ നമ്മുടെ താൻവിയുടെ അങ്കിളിൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വർക്കലയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് ട്രെയിനിൽ പോവുകയാണ്. ദ ട്രെയിൻ സ്റ്റാർട്ടഡ് അറ്റ് 3:30 ആൻഡ് റീച്ച്ഡ് കൊല്ലം ആഫ്റ്റർ ഹാഫ് ആൻ അവർ. എന്താണ്, 3:30 ട്രെയിൻ അവിടെ നിന്നും എടുത്തത്. അത് നേരെ കൊല്ലത്ത് എത്തിയത് എപ്പോഴാണ്, അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour ദ ട്രെയിൻ റീച്ച്ഡ് ചെങ്ങന്നൂർ. അങ്ങനെ പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ചെങ്ങന്നൂരിൽ എത്തിയത്. വാട്ട് ഈസ് ദ അറൈവൽ ടൈം ഓഫ് ദ ട്രെയിൻ അറ്റ് കൊല്ലം. അങ്ങനെയാണെങ്കിൽ കൊല്ലത്തെത്തുമ്പോൾ എത്രയായിരിക്കും സമയം. ഈ ട്രെയിൻ എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3:30 ആണല്ലേ. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അത് എവിടെ എത്തി എന്നാണ് പറയുന്നത്, കൊല്ലത്തെത്തി. അപ്പോൾ എത്രയാണ്, 3:30യുടെ കൂടെ 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 60 ആയിട്ട് മാറും. അഥവാ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 o'clock ആണ്. ഓക്കെ, 4 o'clock. ദെൻ വെൻ ഡിഡ് ദ ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ. എപ്പോഴാണ് ചെങ്ങന്നൂർ എത്തിയത്, ആഫ്റ്റർ 1 hour ആണല്ലേ. ആഫ്റ്റർ 1 hour എന്ന് പറഞ്ഞാൽ 4ൻ്റെ കൂടെ 1 മണിക്കൂറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5 മണി. അപ്പോൾ 5 o'clockനാണ് ചെങ്ങന്നൂരിലെത്തിയത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ക്ലോക്കൊക്കെ വരച്ച് നോക്കുക. എവിടെയാണ് മിനിറ്റ് സൂചി, എവിടെയാണ് ഹവർ സൂചി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓക്കെ, all the best. Thank you. Thanks for watching.